ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ രസപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. തമിഴ്നാട് സ്റ്റൈൽ കല്യാണ രസം. അപ്പോൾ ലെറ്റ്സ് മേക്ക് എ രസം. ഇപ്പോൾ ഈ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 നാടൻ തക്കാളി എടുത്ത് മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ സാമ്പാർ പരിപ്പ് വേവിച്ചിട്ട് അതിലുള്ള വെള്ളം മാത്രം ഈ തക്കാളിയിൽ ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. പരിപ്പ് ചേർക്കുമ്പോൾ അത് നമുക്ക് സാമ്പാർ പോലെ കൺസിസ്റ്റൻസി വരും, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരു നെല്ലിക്ക സൈസിൽ പുളി എടുത്ത് നന്നായിട്ട് പുളി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം മാത്രമേ ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ 5-6 വെളുത്തുള്ളി ഹെഡൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചതച്ചതിന് ശേഷം നമുക്ക് ഈ തക്കാളി വെള്ളത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കൊറിയാണ്ടർ ലീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രസപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് രസപ്പൊടിയാണ്. അത് 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ രസപ്പൊടി എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ ഇടാം. രസപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് അതൊന്നും കൂടി മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേറൊരു പാത്രം എടുക്കാം. അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് എണ്ണ ചേർത്താൽ കൊള്ളില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ മതി. പിന്നെ കടുകും ഉഴുന്നും നമുക്ക് പൊട്ടിക്കാം. അതിനുശേഷം 1 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് കറിവേപ്പില മസ്റ്റാണ്. ഈ കറിവേപ്പില ചേർത്താൽ മാത്രമേ നല്ലൊരു മണം കിട്ടും. അതുകൊണ്ട് നമുക്ക് 1 കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് രസം ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ഇപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നുമില്ല. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് അടുപ്പൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നു. ഇത് ആദ്യം ഒന്ന് ബബിൾസൊക്കെ വരണം, പാത്രം ചുറ്റിലും നമുക്കൊന്ന് ബബിൾസ് വരണം. പിന്നെ അങ്ങനെ തന്നെ കുറച്ച് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതുവരെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് അത്രയും സൂപ്പർ ടേസ്റ്റായിട്ട് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ സെൻറ്ററിൽ ഇച്ചിരിയും കൂടി നല്ല ബബിളായിട്ട് വരട്ടെ. ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കൺസിസ്റ്റൻസി. ഇപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഞാൻ വേറൊരു പാത്രത്തിൽ ഇച്ചിരി കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നമുക്ക് ഈ രസത്തിന് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റും നല്ല ഒരു മണത്തിൽ ഉണ്ടാവും രസം. ഇതാണ് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ നാടൻ കല്യാണ രസമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.